ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന, അതായത് മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വീട്ടിലെ ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റിൻ്റെ തുരുമ്പെടുക്കാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ആദ്യം ബക്കറ്റിൽ ഇതുപോലെ കുറച്ച് സർഫ് ഇട്ട് കഴുകിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഗേറ്റിൻ്റെ ഡോറിൽ ഇതിൽ നമ്മുടെ ഈ ചെളി തെറിക്കുന്ന ഇവിടുത്തെ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്ന മണ്ണ്, മാക്സിമം ആ മണ്ണ് അത്രയും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് ബൈക്കിൽ നിന്നൊക്കെ മാറുന്ന ഓയിലാണിത്. ഈ ഓയിൽ നമുക്ക് ഇതിൽ ഓരോ സ്ഥലങ്ങളിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കൊരിക്കലും തുരുമ്പെടുക്കില്ല നമ്മളെ ഗേറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഈ ബൈക്കിൽ നിന്ന് നമ്മൾ വേസ്റ്റായിട്ട് മാറ്റുന്ന ഓയിൽ അത് മാത്രം നമുക്ക് മതിയാവും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഈ സർഫിട്ട വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മണ്ണ് തീർച്ചയായിട്ടും ഗേറ്റിൻ്റെ മണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തവും തുരുമ്പെടുക്കും. പക്ഷേ ഈ നമ്മൾ മണ്ണ് ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് നമ്മൾ മണ്ണ് ക്ലീൻ ചെയ്ത് ഇതേപോലെ മണ്ണ് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് നമ്മൾ മണ്ണ് മാറ്റി അവിടെ ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളിവിടെ ഓയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ല. ഇതാണ് ഓയിൽ. ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. കാരണം ഇതേപോലെ ഗേറ്റിൽ നമുക്കിതേപോലെ ആവശ്യം വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഗേറ്റിലിപ്പോൾ ഇതിടാം. നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഓയിൽ ഇടുന്നതാണ്. കാരണം വെച്ചാൽ ഉണങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ മണ്ണ് ആ ബെയറിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും, പിന്നെ അത് വർക്കാവത്തില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉണങ്ങിയ ശേഷം തന്നെ ആയിരിക്കണം ഓയിൽ ഇടേണ്ടത്. നമുക്കിങ്ങനെ ഓയിൽ ഇടേണ്ടത് വെച്ചാൽ സിമ്പിളാണ്. രണ്ട് സൈഡ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയായിട്ട് മൂവ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് അത് ഓയിൽ എല്ലാ സർക്കിൾ കറങ്ങി എല്ലായിടും എത്തും. അതേപോലെ തന്നെ അപ്പുറത്തും രണ്ട് സൈഡും ഒരുപോലെ മൂവ്മെൻറ്റ് ചെയ്യും. മൂവ്മെൻറ്റ് വരണം. ലോക്കിൽ ഓയിൽ ഇടണം. അല്ലല്ല, ലോക്കിൽ നമ്മൾ ഓയിൽ ഇട്ടിരുന്നാൽ മാത്രമേ ലോക്ക് വർക്കാവത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരത്തില്ല. അതേപോലെ തന്നെ ഗേറ്റ് മൂവ്മെൻറ്റിന് ഫ്രീ ആയി തന്നെ മൂവ്മെൻറ്റ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വർക്കാവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിൽ ഇട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഗേറ്റ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പം ഈ മഴക്കാലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകാതിരിക്കാനും കൂടി ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് എന്തായാലും ഉപകാരമാവും. കാരണം വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഗേറ്റിൽ നമുക്ക് പഴയ ഓയിൽ എന്തെങ്കിലും കിട്ടും ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ.
ബൈ.